ഓക്കെ, ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാർജിൻ ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട് ആൻഡ് മാർക്കിംഗ് ടു മാർക്കറ്റ് ഓർ ഡെയിലി സെറ്റിൽമെൻറ്റ് ഓഫ് ദി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് ഓൺ ദി ബേസിസ് ഓഫ് ദി മാർജിൻ മെയിൻറ്റെയിൻഡ് ബൈ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഓർ ദി ക്ലിയറിംഗ് ഹൗസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇക്വിറ്റി ഷെയർസ് ഓഫ് ഡിഫറെൻറ്റ് കമ്പനീസ് ആർ ട്രേഡഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആൻഡ് the market price of these shares are determined on the basis of the performance of the companies. നിങ്ങൾ കമ്പനീസ് ആക്ടിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു കമ്പനി അതിനാവശ്യം വരുന്നതായിട്ടുള്ള ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യാനായിട്ട് ഔട്ട്സൈഡ് സോഴ്സസിനെയാണ് യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ മിക്കവാറും കമ്പനികൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നതാണ് ഇഷ്യൂയിങ് ഓഫ് ദ ഇക്വിറ്റി ഷെയർസ് ഓർ ഓണേഴ്സ് ഷെയർസ്. അപ്പോൾ അത്തരത്തിലുള്ള ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്തായിരിക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ പെർഫോമൻസ് ഓഫ് ദി കമ്പനീസ്. ആ കമ്പനിക്കുള്ള റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ് വിൽ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്താണ് എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വാരിയിങ് അക്കോർഡിംഗ് ടു ദ ചേഞ്ചസ് ഇൻ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് മാറുന്നതിനനുസൃതമായിട്ട് ഈ ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ള ഇക്വിറ്റി ഷെയറുകളുടെ പ്രൈസ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യും, അതല്ല എങ്കിൽ ഡിക്രീസ് ചെയ്യും. അപ്പം അതൊരു ബണ്ടിലായിട്ട് സെയിൽസ് നടത്തുമ്പോഴാണ് നമ്മളതിനെ സ്റ്റോക്ക് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഇക്വിറ്റി ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് കണ്ടമാനം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്രിയേറ്റ്സ് റിസ്ക് ടു ദ ഇൻവെസ്റ്റർ. നമ്മളതിന് ഡെറിവേറ്റീവ്സിൽ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ടേം എന്ന് പറയുന്നതാണ് വോളാറ്റിലിറ്റി. എപ്പോഴെപ്പോഴും ഇങ്ങനെ പ്രൈസ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം വളരെ കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സംടൈംസ് ഇറ്റ് വിൽ ക്രിയേറ്റ് ഹെവി ലോസ് ഇൻ ദി സ്റ്റോക്ക് ട്രേഡിംഗ് ആൻഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ സ്പെക്യുലേറ്റീവ് ആക്ടിവിറ്റി എക്സിസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിലനിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെഡ്ജിങ് ആൻഡ് സ്പെക്യുലേറ്റീവ് ആക്ടിവിറ്റീസ്. അപ്പോൾ പ്രൈസ് ഇങ്ങനെ കൂടുകയും കുറയുകയും എപ്പോഴും മാർക്കറ്റിൽ പെർമനൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റിയുടെ പ്രൈസ് നിലനിൽക്കുന്നില്ല എങ്കിൽ കുറഞ്ഞ പ്രൈസിന് വാങ്ങിക്കുക, കൂടിയ പ്രൈസിന് വിൽപ്പന നടത്തുക എന്ന് പറയുന്ന സ്പെക്യുലേറ്റീവ് ആക്ടിവിറ്റീസ് നിലനിൽക്കാനായിട്ടുള്ളൊരു സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ടാവും. അപ്പോൾ ഷോർട്ട് ടേം പ്രോഫിറ്റ് and high fluctuations in the stock prices and such uncertainties existing in connection with the stock contract give birth to another type of derivatives in the stock market, which is commonly called by the term stock futures, mainly used for hedging the risk involved in the stock trading. നമ്മൾ പറഞ്ഞു ഹെഡ്ജിങ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിസ്ക് എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതിനെയാണ് ഹെഡ്ജിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഭാവിയിൽ ഒരാൾ വാങ്ങി വെച്ചിട്ടുള്ള ഇക്വിറ്റി ഷെയർസിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സസിൻ്റെ ചേഞ്ച് ഉണ്ടാകുന്നത് കാരണം പ്രൈസ് കണ്ടമാനം വേരി ചെയ്യുമ്പോൾ മിക്കവാറും ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടാവാനായിട്ടുള്ള ലോസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള രൂപത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് അവോയ്ഡ് ഓർ എലിമിനേറ്റ് ദ റിസ്ക് ഇൻ കേസ് ഓഫ് ദി സ്റ്റോക്ക് കോൺട്രാക്ട്സ്. ഇക്വിറ്റി ഷെയർസുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാകുന്ന അൺസർട്ടൈനിറ്റീസ് അതല്ലെങ്കിൽ ലോസ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് ആർ എഗ്രിമെൻറ്റ്സ്
to buy or sell a specified stock at a specified price at a future date. ഭാവിയിൽ ഒരു നിശ്ചിത ഡേറ്റിന് ഒരു നിശ്ചിത തുകയ്ക്ക് ഇക്വിറ്റി ഷെയർസ് പർച്ചേസ് ചെയ്യാമെന്ന് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ടു ബൈ ഓർ സെൽ എ സ്പെസിഫൈഡ് സ്റ്റോക്ക് അറ്റ് എ സ്പെസിഫൈഡ് പ്രൈസ് അറ്റ് എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. ഭാവിയിൽ ഒരു നിശ്ചിത ദിവസത്തിൽ ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത ക്വാണ്ടിറ്റി സ്റ്റോക്ക് പർച്ചേസ് ചെയ്യാമെന്ന് ബയറും സെല്ലറും കൂടി ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ അണ്ടർലൈയിങ് അസെറ്റ് ഇൻ ദിസ് കേസ് ഈസ് ദി സ്റ്റോക്ക്. സ്റ്റോക്കിനെയാണ് നമ്മൾ അണ്ടർലൈയിങ് അസെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദ ഇൻവെസ്റ്റർ മേ ബൈ ഷെയർസ് in the stock exchange for cash or he can buy it straightly from the concerned companies. ഈ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നെങ്കിൽ വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി നേരിട്ട് ക്യാഷ് കൊടുത്തിട്ട് അത് പർച്ചേസ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ നേരിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു മാർക്കറ്റിൽ ഷെയറിൻ്റെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിനനുസൃതമായിട്ട് നമുക്ക് നഷ്ടസാധ്യത എന്ന് പറയുന്നത് കൂടുതലുണ്ട്. അപ്പോൾ ആ നഷ്ടസാധ്യത എന്ന് പറയുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ഈ പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസുകൾ വഴി ക്രിയേറ്റ് ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. അപ്പോൾ ഭാവിയിൽ വാങ്ങിക്കാം എന്ന് പറയുമ്പോൾ ദി ബയർ ക്രിയേറ്റ്സ് എ ലോങ് പൊസിഷൻ whereas the seller creates a short position. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും എന്താണ് എന്നുള്ളത്. അപ്പോൾ ഫ്യൂച്ചർ എഗ്രിമെൻറ്റ്സ് ആർ ട്രാൻസാക്റ്റഡ് ത്രൂ ഫ്യൂച്ചർ എക്സ്ചേഞ്ചസ് with the help of the brokers, which may be the clearing house or it may be the stock exchange. ബ്രോക്കേഴ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ട് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന നഷ്ടസാധ്യത എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ മാത്രം സഹിക്കേണ്ടുന്നതായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്കുണ്ടാകുന്ന നഷ്ടം എലിമിനേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നതിന് നമ്മൾ ബ്രോക്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസുകളുടെ സഹായം എന്ന് പറയുന്നത് ആവശ്യപ്പെടേണ്ടതായിട്ട് വരും. ക്ലിയറിംഗ് ഹൗസ് ആവാം, അതല്ല എങ്കിൽ എക്സ്ചേഞ്ച് ആവാം, വിച്ച് അറേഞ്ചസ് ദ ഡെലിവറി ഓഫ് ദി ഷെയർസ് ആൻഡ് പേയ്മെൻറ്റ് ഓഫ് മണി ടു ദ ട്രാൻസാക്ടിങ് പാർട്ടീസ്. ആരാണ് ഷെയർ പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അയാൾ പറഞ്ഞിട്ടുള്ള ഡേറ്റിന് അയാൾ ആവശ്യപ്പെടുന്നതായിട്ടുള്ള ക്വാണ്ടിറ്റി അയാൾ പറയുന്ന സ്പെസിഫൈഡ് പ്രൈസിന് വിൽപ്പന നടത്താനുള്ള അറേഞ്ച്മെൻറ്റ്സ് അണ്ടർടേക്ക് ചെയ്യുന്ന ഇൻ്റർമീഡിയറീസ് ആണ് ബ്രോക്കേഴ്സായിട്ട്, അതല്ല എങ്കിൽ ക്ലിയറിംഗ് ഹൗസ് എന്ന് പറയുന്നത് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ഇൻ ഓർഡർ ടു പ്രിവെൻറ്റ് ദ ഡിഫോൾട്ട് ഇൻ ദ കോൺട്രാക്ടിങ് പാർട്ടീസ് the clearing house prescribes a particular margin system for trading futures contracts. എന്നല്ല നമ്മൾ പറഞ്ഞതാണ് മാർജിൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് എന്നും 3 ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മാർജിനാണ് ക്ലിയറിംഗ് ഹൗസുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നും പറഞ്ഞു. ഇനീഷ്യൽ മാർജിൻ, മെയിൻ്റനൻസ് മാർജിൻ ആൻഡ് വേരിയേഷൻ മാർജിൻ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് ഇൻവെസ്റ്റർക്ക് മാത്രം സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻ കാരണം ഉണ്ടാകുന്ന നഷ്ടസാധ്യത റെഡ്യൂസ് ചെയ്യുന്നതിന് അതല്ലെങ്കിൽ ഒരു പരിധിവരെ എലിമിനേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇക്വിറ്റി ഷെയർസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന നഷ്ടസാധ്യതകളെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്ലിയറിംഗ് ഹൗസിൻ്റെ അതല്ല എങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ ബ്രോക്കേഴ്സായിട്ടുള്ള ഇൻ്റർമീഡിയറിയുടെ സഹായത്തോടു കൂടി നമ്മൾ ഭാവിയിൽ ഒരു പർട്ടിക്കുലർ ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഫേവറബിൾ ആകുന്നത് എങ്കിൽ ആ സിറ്റുവേഷൻസ് നോക്കി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന നഷ്ടസാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കോൺട്രാക്റ്റ് എന്ന് പറയുന്നതാണ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതാണ് കറൻസി ഫ്യൂച്ചേഴ്സ്. കറൻസി
ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഡെറിവേറ്റീവ്സ് ഇങ്ങനെ ഇൻ്റർമീഡിയറീസിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് അണ്ടർടേക്ക് ചെയ്യുന്നത് എങ്കിൽ ദെൻ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ദ ടേം ഫ്യൂച്ചേഴ്സ്. ആൻഡ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നതിന് അനുസൃതമായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ ട്രേഡിംഗ് ഇൻ കറൻസി ഇൻവോൾവ്സ് ഗ്രേറ്റർ റിസ്ക് ആസ് കമ്പയർഡ് ടു എനി അതർ ടൈപ്പ് ഓഫ് ഫ്യൂച്ചേഴ്സ്. കറൻസിയിലാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുന്നത് ഉണ്ടാവാനായിട്ട് സാധ്യത ഉള്ളത്. ഹെഡ്ജ് ചെയ്തുകൊണ്ട് ഈ കറൻസിയിലുണ്ടാകുന്നതായിട്ടുള്ള റിസ്ക് എലിമിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് റീസെൻ്റായിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1972 കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓർഗനൈസേഷനാണ് ആദ്യമായിട്ട് കറൻസി ഫ്യൂച്ചേഴ്സിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഹാഡ് സെറ്റ് അപ്പ് ഇറ്റ്സ് ഇൻ്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റ് ഡിവിഷൻ ഫോർ ട്രേഡിംഗ് ഓഫ് കറൻസി ഫ്യൂച്ചേഴ്സ്. ഇൻ്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് റിസ്ക് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് തയ്യാറായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ 1972 കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതർ എക്സ്ചേഞ്ചസ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദിസ് പർപ്പസ് ഇൻ ദി സബ്സീക്വൻറ്റ് പീരിയഡ്. 1972 ഈ ഓർഗനൈസേഷൻ വന്നു കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ള ഓർഗനൈസേഷൻസ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് ഫിലാഡൽഫിയ ബോർഡ് ഓഫ് ട്രേഡ്. The next is London International Financial Future Exchange, and next is Singapore International Monetary Exchange and Sydney Future Exchange. 3 organizations ആണ് ഇപ്പോൾ കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ട്രേഡിംഗ് ആക്ടിവിറ്റീസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ഓർഗനൈസേഷൻസ് ഒന്നുകൂടി പറയും. ഞാൻ ആദ്യം പറഞ്ഞത് ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 1972 ആദ്യമായിട്ട് കറൻസി ഫ്യൂച്ചേഴ്സിൻ്റെ ട്രാൻസാക്ഷൻ അണ്ടർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുശേഷമാണ് ഫിലാഡൽഫിയ ബോർഡ് ഓഫ് ട്രേഡ്, ലണ്ടൻ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ ഫ്യൂച്ചേഴ്സ് എക്സ്ചേഞ്ച്, സിംഗപ്പൂർ ഇൻ്റർനാഷണൽ മോണിറ്ററി എക്സ്ചേഞ്ച് ആൻഡ് സിഡ്നി ഫ്യൂച്ചർ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഓർഗനൈസേഷൻസ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ട്രാൻസാക്ഷൻ അണ്ടർടേക്ക് ചെയ്യാനായിട്ട് ആരംഭിച്ചിട്ടുള്ളത്. ഇനി കറൻസി ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ആർ റിട്ടൺ ഓൺ എ കറൻസി. The futures are called the currency futures. അത് കറൻസി എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പേപ്പറല്ല. അതല്ലാതെ നമ്മൾ പ്രത്യേകമായിട്ടുള്ളൊരു എഗ്രിമെൻ്റ് എഴുതി ഉണ്ടാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രാൻസാക്ട് ചെയ്യുന്നത് എങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ബൈ ദ ടേം ദ കറൻസി ഫ്യൂച്ചേഴ്സ്. ഇൻ കേസ് ഓഫ് the futures currency market, the underlying asset is foreign currency. ഹോം കറൻസി ട്രാൻസാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഫോറിൻ കറൻസിയുടെ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യുന്നത് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയിട്ടാണ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്ലൈൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ ആർ കോൺട്രാക്ട് സ്പെസിഫൈഡിങ് ദ സ്റ്റാൻഡേർഡ് വോളിയം of a particular currency to be exchanged on a specific settlement date. ഇപ്പോൾ ഇന്ത്യയിൽ താമസിക്കുന്ന ഒരാൾക്ക് യൂറോ ആയിട്ടോ അതല്ലെങ്കിൽ ഡോളറായിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തിൻ്റെ
കറൻസി ആയിട്ടോ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ഒരു പർട്ടിക്കുലർ എമൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ അണ്ടർടേക്ക് ചെയ്യുക എന്നുള്ള പർപ്പസോട് കൂടിയിട്ട് ഒരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് കോൺട്രാക്റ്റ് ഈസ് കോൾഡ് ദ കറൻസി ഫ്യൂച്ചേഴ്സ്. അപ്പോൾ ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഇന്ന കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തിൻ്റെ കറൻസിയുടെ അടിസ്ഥാനത്തിലാണ് ആ കോൺട്രാക്റ്റ് സെറ്റിൽ ചെയ്യാനായിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നതാണ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. ഡെലിവറി പീരിയഡ് ആൻഡ് ക്വാണ്ടിറ്റി ആർ സ്റ്റാൻഡേർഡ് ആൻഡ് ഓൺലി പ്രൈസ് ഈസ് ലെഫ്റ്റ് ടു ബി ഡിറ്റർമിൻഡ് ബൈ ദ മാർക്കറ്റ്. പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ സിറ്റുവേഷൻസിന് അനുസൃതമായിട്ട് ഡിസൈഡ് ചെയ്യാം. പക്ഷേ എത്ര ക്വാണ്ടിറ്റി കറൻസിയാണ് എന്നും അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നതും ഫിക്സ് ചെയ്തിട്ടുള്ളത് ഒരു കാരണവശാലും ഈ പറയുന്ന എക്സ്ചേഞ്ചോ അല്ലെങ്കിൽ കൺസേൺഡ് മാർക്കറ്റോ അല്ല. അപ്പോൾ നമുക്കറിയാം ഡോളർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്, പൗണ്ട് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്താണ്, ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ കൊണ്ടുവരുന്ന പല വിധത്തിലുള്ള കറൻസിക്ക് ഇവിടെയുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, ഇന്ത്യൻ റുപ്പീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് എന്നുള്ളത് അതാത് സ്ഥലങ്ങളിൽ നിലനിൽക്കുന്നതായിട്ടുള്ള സിറ്റുവേഷൻസിന് അനുസൃതമായിട്ട് ഒരു പരിധി വരെയൊക്കെ മാറുമെങ്കിലും ഒരു കാരണവശാലും എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഡോളറിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ വേറെ കറൻസിയുടെ അടിസ്ഥാനത്തിൽ ഡിസൈഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതേവരേക്കും ഉണ്ടായിട്ടില്ല. അപ്പോൾ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് സ്മൂത്തായിട്ട് അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഈ പറയുന്ന കറൻസി ഫ്യൂച്ചർ പൊസിഷൻ എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ ഒറിജിൻ ആയിരിക്കും. അതേ സമയത്ത് അതിന് മിക്കവാറും രാജ്യങ്ങളിൽ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവും. അപ്പം അങ്ങനെ പ്ലേസ് ഓഫ് ബിസിനസ് ഉണ്ടാവുമ്പോൾ അവരുടെ ഹോം കറൻസി എന്ന് പറയുന്നത് വേറെ എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുമ്പോൾ എവിടെയാണ് അതിൻ്റെ പ്ലേസ് ഓഫ് ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തിനനുസൃതമായിട്ട് അവർക്ക് നിർബന്ധമായിട്ടും പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കറൻസി യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അങ്ങനെ ഈ പറയുന്ന ബയർ ഓഫ് ദി കറൻസി ഫ്യൂച്ചേഴ്സ് ലോക്സ് ദ എക്സ്ചേഞ്ച് റേറ്റ് ടു ബി പെയ്ഡ് ഫോർ എ ഫോറിൻ കറൻസി അറ്റ് എ ഫ്യൂച്ചർ ഡേ. ആരാണ് ആ കറൻസി വാങ്ങിക്കുന്നത് എങ്കിൽ ആ കറൻസി വാങ്ങുന്ന ആളുടെ ഡിമാൻഡ് അത് അല്ലെങ്കിൽ അയാളുടെ റിക്വയർമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഇന്ന റേറ്റിന് ഇന്ന കറൻസി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യാമെന്നുള്ളൊരു കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ഡിറൈവ് ചെയ്യുന്നത്. ആൻഡ് ആൾട്ടർനേറ്റീവ്ലി the seller of a currency futures locks in the exchange rate at which the foreign currency can be exchanged for another foreign currency. സെല്ലർക്ക് വേണമെങ്കിൽ എന്ത് ഡിസൈഡ് ചെയ്യാം, അയാളുടെ കൈവശമുള്ള കറൻസി അത് ഏത് രാജ്യത്തിൻ്റെ കറൻസി ആയിരുന്നാലും ആ കറൻസി വേറെ ഏത് രാജ്യത്തിൻ്റെ കറൻസി ആയിട്ട് ഏത് റേറ്റിനാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടുന്നത് എന്ന് സെല്ലർക്ക് ഡിസൈഡ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. എല്ലായ്പ്പോഴും ആളുകൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യൻ രൂപയാണെങ്കിൽ ഇന്ത്യൻ രൂപയ്ക്ക് ഏറ്റവും കൂടുതൽ മൂല്യം ഏത് ഫോറിൻ കറൻസിയിലാണ് കിട്ടുന്നത് എങ്കിൽ ആ ഫോറിൻ കറൻസി ആയിട്ടായിരിക്കും ആദ്യം അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ കിട്ടുന്ന കറൻസി ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ഏത് രാജ്യത്തിൻ്റെ ഏത് ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യുന്നതിന് ആവശ്യം വരുന്ന കറൻസിയുടെയാണോ റിക്വയർമെൻ്റ് ഉള്ളത് എങ്കിൽ ആ കറൻസിയിലേക്ക് അത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസ് ഈസി ആയിട്ട് അണ്ടർടേക്ക് ചെയ്യുന്നതിനും അതിലുണ്ടാകാവുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻ കാരണം വരുന്നതായിട്ടുള്ള റിസ്ക് എലിമിനേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് 1972 മുതൽ വ്യാപകമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് ദി അണ്ടർടേക്കർ in a future market can have two positions in case of the currency futures. രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ് ഈ കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് യൂട്ടിലൈസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ അണ്ടർടേക്കർക്ക് മാർക്കറ്റിൽ നിലനിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്നാമത് ലോങ് പൊസിഷൻ when the buyer of a future agrees to purchase the underlying asset, in short purchase of
futures contract called the long position or net asset position. Long പൊസിഷനും ഷോർട്ട് പൊസിഷനും ആണ് ഉള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ബയർക്കുള്ളതാണ് ലോങ് പൊസിഷൻ എന്ന് പറഞ്ഞു. പറയാനുള്ള കാരണം ബയർ എഗ്രീസ് ടു പർച്ചേസ് ദ കറൻസി ഫ്യൂച്ചേഴ്സ് അറ്റ് ഫ്യൂച്ചർ ഡേറ്റ് 2, 3, 4, 5 മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര എമൗണ്ടിനുള്ള ഇന്ന രാജ്യത്തിൻ്റെ കറൻസി അയാൾ പർച്ചേസ് ചെയ്യാമെന്നുള്ളത് എഗ്രി ചെയ്യുന്നത്. സോ ദ സെല്ലർ വാണ്ട്സ് ടു വെയിറ്റ് അപ് ടു ദാറ്റ് പർട്ടിക്കുലർ ടൈം. ദാറ്റ് ഈസ് വൈ ദ ബയർ ഈസ് കൺസേൺഡ് ഇറ്റ് ഈസ് കൺസിഡറിങ് ആസ് എ ലോങ് പൊസിഷൻ. 4, 5, 6 മാസം. ഇനി അയാൾ കോൺട്രാക്റ്റിൽ അയാൾ ഡിസൈഡ് ചെയ്യുന്നതായിട്ടുള്ളൊരു പീരിയഡ് എന്താണോ ആ പീരിയഡിൽ മാത്രമേ ഈ കോൺട്രാക്റ്റ് സെല്ലർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ബയർക്ക് ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിലുള്ള പൊസിഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ലോങ് പൊസിഷൻ എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ഈസ് ഷോർട്ട് പൊസിഷൻ. when the seller agrees to sell the asset in short, sale of the future contract is called the short position or the net liability position. ബയർക്കാണെങ്കിൽ നമ്മൾ പറയുന്നത് നെറ്റ് അസറ്റ് പൊസിഷൻ എന്നാണ്. അതേസമയത്ത് സെല്ലറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് നെറ്റ് ലയബിലിറ്റി പൊസിഷൻ. കാരണം ബയർ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങുക എന്ന് പറയുമ്പോൾ ആൻ അസറ്റ് ഈസ് കമ്മിങ് ഇൻ ടു ഹിസ് കസ്റ്റഡി ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ നെറ്റ് അസറ്റ് പൊസിഷൻ. അതേസമയത്ത് ബയറെ സംബന്ധിച്ചിടത്തോളം അത്രയും അസറ്റ് കുറയ്ക്കാനായിട്ട് അയാൾ റെസ്പോൺസിബിളാണ്. അല്ലെങ്കിൽ അയാളുടെ കസ്റ്റഡിയിലുള്ള അത്രയും അസറ്റ് വേറൊരാളിലേക്ക് അയാൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ബാധ്യതയാണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ നെറ്റ് ലയബിലിറ്റി പൊസിഷൻ. അപ്പോൾ കറൻസി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്റ്റിൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് പൊസിഷൻ ഈസ് കോൾഡ് നെറ്റ് അസറ്റ് പൊസിഷൻ ആൻഡ് ദ സെക്കൻഡ് പൊസിഷൻ ഈസ് കോൾഡ് നെറ്റ് ലയബിലിറ്റി പൊസിഷൻ. ആസ് ഫാർ ആസ് ദ ബയർ ഈസ് കൺസേൺഡ് he is adding to his asset and that is why it is called a net asset position, whereas the seller is concerned he is responsible to make deduction in his total assets and that is why it is called a net liability position. അതാണ് കറൻസി ഫ്യൂച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് കറൻസി ഫ്യൂച്ചേഴ്സ് ഈസ് ദാറ്റ് when one has a future contract, one does not own foreign exchange, it is very difficult to undertake the contract. ഇപ്പോൾ കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് റിസൾട്ട് ചെയ്യണമെങ്കിൽ ഫോറിൻ കറൻസി വാങ്ങിക്കാനായിട്ട് തയ്യാറാകുന്ന അതേപോലെ ഫോറിൻ കറൻസി വിൽക്കാനായിട്ട് തയ്യാറാകുന്ന 2 ഡിഫറെൻറ്റ് പാർട്ടീസ് ഒരേ സമയത്ത് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ആ ഒരു റിസ്ക് അണ്ടർടേക്ക് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ ഒരു റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻ്റർമീഡിയറീസ് ആയിട്ടുള്ള ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളും സെയിൽസ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ആളും കോണ്ടാക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ബ്രോക്കേഴ്സിനെ അല്ലെങ്കിൽ ക്ലിയറിംഗ് ഹൗസിനെ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ ആയിരിക്കും. സംടൈംസ് ദ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ബോത്ത് അൺനോൺ ടുഗദർ. അവർ തമ്മിൽ അറിഞ്ഞോളണമെന്നൊരു നിർബന്ധമില്ല. ഇൻ്റർമീഡിയറി ആയിട്ടുള്ള ക്ലിയറിംഗ് ഹൗസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി വരുന്നതായിട്ടുള്ള ഫോറിൻ കറൻസി ഒരു ബയർ വാങ്ങിക്കാമെന്നും വേറൊരു ബയർ സെയിൽസ് നടത്താമെന്നും എഗ്രി ചെയ്യുന്നത്. ആൻഡ് ദ buying and selling of the future contract in the long position as well as in the short position is with the help of an intermediary who is called the broker, clearing house or the stock exchange. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ സെബി പുട്ട് ഫോർവേഡ് ചെയ്യുന്നതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന കറൻസി ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് അണ്ടർടേക്ക് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു അണ്ടർലൈനിങ് ഫീച്ചർ എന്ന് പറയുന്നത്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതിന് ചില അടിസ്ഥാനപരമായിട്ടുള്ള സവിശേഷതകളുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് ദി സൈസ് ആൻഡ് മെച്യൂരിറ്റി ഓഫ് ദി കോൺട്രാക്ട്. size and maturity of the contract that is the underlying currency settlement
ഈസ് ഇൻ എ ലിമിറ്റഡ് നമ്പർ ഓഫ് കറൻസീസ്. ഏതൊക്കെ രാജ്യത്തിൻ്റെ കറൻസികൾ വേണമെങ്കിലും ഒരു കാരണവശാലും ഈ പറയുന്ന കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദി സ്റ്റാൻഡർഡൈസ്ഡ് കറൻസീസ് ഓൺലി ആർ ഇൻവോൾവ്ഡ് ആൻഡ് ഇറ്റ് ഈസ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ഡിഫറെൻറ്റ് കറൻസീസ്. ഫിക്സഡ് എമൗണ്ടിനുള്ള കറൻസീസ് മാത്രമേ ട്രാൻസാക്ട് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആൻഡ് ദ ഡേറ്റ് ഓഫ് ഡെലിവറി ഈസ് also fixed normally on the third Wednesday of January, March, April, June, July, September and December. ഈ പറയുന്ന മാസങ്ങളിൽ മൂന്നാമത്തെ ദിവസം തേർഡ് വെനസ്ഡേ, തേർഡ് എന്നല്ല മൂന്നാമത്തെ ബുധനാഴ്ച, ജനുവരി, മാർച്ച്, ഏപ്രിൽ, ജൂൺ, ജൂലൈ, സെപ്റ്റംബർ ആൻഡ് ഡിസംബർ എന്ന് പറയുന്ന മാസങ്ങളിൽ മൂന്നാമത്തെ ബുധനാഴ്ചയാണ് കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ട്രാൻസാക്ഷൻസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് ഇപ്പം നിലനിൽക്കുന്ന നിയമപ്രകാരം സാധ്യത ഉള്ളത്. നെക്സ്റ്റ് ഈസ് യൂസ് ഓഫ് പിറ്റ്സ്. PITS, പിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ in case of currency futures, brokers strike the deals sitting face to face under a trading roof known as the pit. എവിടെ ഇരുന്നിട്ടാണ് അല്ലെങ്കിൽ ഏത് സറൗണ്ടിങ്സിലാണ് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഈ കറൻസി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ കറൻസി ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ബ്രോക്കേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു സറൗണ്ടിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് പിറ്റ് എന്ന് പറയുന്നത്. ദി ബ്രോക്കേഴ്സ് ക്യാൻ ട്രേഡ് ഫോർ ദംസെൽസ് ആസ് വെൽ ആസ് ഓൺ ബിഹാഫ് ഓഫ് ദെയർ കസ്റ്റമേഴ്സ്. ഒന്നുകിൽ ഈ പറയുന്നതായിട്ടുള്ള ഇൻ്റർമീഡിയറീസിന് അവർക്ക് വേണ്ടിയിട്ട്, അതല്ല എങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കറൻസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അതിന് പിറ്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് തേർഡ് വൺ ഈസ് ട്രാൻസാക്ഷൻ ത്രൂ എ ക്ലിയറിംഗ് ഹൗസ്. ക്ലിയറിംഗ് ഹൗസിൽ കൂടിയാണ് ഈ പറയുന്ന കറൻസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബിക്കോസ് ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ കൗണ്ടർ പാർട്ടി റിസ്ക്. ഇപ്പം എക്സ് എന്ന് പറയുന്ന ഒരാൾക്കും അതേപോലെ തന്നെ വൈ എന്ന് പറയുന്ന ആൾക്കാർക്കും ആൾക്കാരും ട്രേഡേഴ്സ് ആണ്. അവർ ഈ കറൻസി ഫ്യൂച്ചേഴ്സ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദേ ക്യാൻ അപ്രോച്ച് എ ക്ലിയറിംഗ് ഹൗസ് ഓർ ദേ ക്യാൻ അപ്രോച്ച് എ പർട്ടിക്കുലർ ബ്രോക്കർ. അപ്പോൾ എക്സിന് കറൻസി ഫ്യൂച്ചേഴ്സ് വാങ്ങിക്കാനും വൈക്ക് കറൻസി ഫ്യൂച്ചേഴ്സ് സെയിൽസ് നടത്താനുമാണ് ആഗ്രഹമുള്ളത് എങ്കിൽ വിത്തൗട്ട് നോയിങ് ഈച്ച് അതർ എക്സ് ആൻഡ് വൈ ക്യാൻ അണ്ടർടേക്ക് ദെയർ ഡിസയേഴ്സ് through the help of an intermediary who is called the clearing house. അപ്പോൾ ക്ലിയറിംഗ് ഹൗസ് അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാൾക്ക് വേണമെങ്കിലും ഈ പറയുന്നതായിട്ടുള്ള കറൻസി ഫ്യൂച്ചേഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനും കറൻസി ഫ്യൂച്ചേഴ്സ് സെയിൽസ് നടത്തുന്നതിനും ഉള്ള ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ സെല്ലർ ഓഫ് എ ഫ്യൂച്ചർ closes its position by purchasing an identical future. It is called the reverse trading. ഇപ്പോൾ വൈ എന്ന് പറയുന്ന ഒരു ട്രേഡർ, അയാൾ കറൻസി ഫ്യൂച്ചേഴ്സ് സെയിൽസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് കോൺട്രാക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം he is undertaking a contract for the purchase of another currency in another country, which is called by the term the reverse trading or reverse futures. ഇപ്പോൾ ഞാൻ വേറൊരാൾക്ക് ഒരു കറൻസി കൊടുക്കാമെന്ന് എഗ്രി ചെയ്തിട്ടുണ്ട്. അതേസമയം തന്നെ ചിലപ്പോൾ ആ കറൻസി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ലെങ്കിൽ ഞാനത് വേറൊരാളിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് എങ്കിൽ ഞാൻ ചെയ്യുന്ന ആ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതിനെയാണ് റിവേഴ്സ് ട്രേഡിംഗ് എന്ന് പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഫീച്ചർ ഈസ് മാർജിൻ മണി. എന്നല്ല നമ്മൾ പറഞ്ഞു, സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് നഷ്ടസാധ്യത റെഡ്യൂസ് ചെയ്യുന്ന റിസ്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് ബോത്ത് ദി ബയർ ആൻഡ് സെല്ലർ ഈസ് റെസ്പോൺസിബിൾ ടു റിമെയിൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ദി കോൺട്രാക്റ്റ് വാല്യൂ ഇൻ ടു ദ അക്കൗണ്ട് ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ് വിച്ച് ഈസ് കോൾഡ് ബൈ ദ ടേം ദ മാർജിൻ മണി. എന്നല്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഇനീഷ്യൽ മാർജിൻ, മെയിൻ്റനൻസ് മാർജിൻ, വേരിയേഷൻ മാർജിൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മാർക്കിംഗ് ടു മാർക്കറ്റ്.
മാർക്കിംഗ് ടു മാർക്കറ്റ് എന്നല്ല നമ്മൾ പറഞ്ഞു. ഡെയിലി സെറ്റിൽമെൻറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഗെയിൻ ആൻഡ് ലോസസ് സെറ്റിൽഡ് ത്രൂ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ത്രൂ ദി ക്ലിയറിംഗ് ഹൗസ് എന്നല്ല നമ്മൾ പറഞ്ഞതാണ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഡെയിലി സെറ്റിൽമെൻ്റ് ആണ് അണ്ടർടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഡെയിലി സെറ്റിൽമെൻറ്റ് അണ്ടർടേക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഉണ്ടാകുന്ന പ്രൈസ് വേരിയേഷൻസിന് അനുസൃതമായിട്ട് ഗെയിൻ എന്താണ് ലോസ് എന്താണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് സെറ്റിൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് സെറ്റിൽമെൻറ്റ്, അതല്ലെങ്കിൽ ഡെയിലി സെറ്റിൽമെൻറ്റ്, അതല്ലെങ്കിൽ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കി വരുന്നത് നാളെ പറയാം. ഓക്കെ, താങ്ക് യു.